2021 ഒക്ടോബർ 16-നുണ്ടായ മിന്നൽ പ്രളയത്തിൽ കൂട്ടിക്കൽ, കൊക്കയാർ, മുണ്ടക്കയം പഞ്ചായത്തുകളിൽ അപഹരിക്കപ്പെട്ട നിരവധി മനുഷ്യജീവനുകൾക്കപ്പുറം പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച ഒന്നായിരുന്നു ഏന്തയാർ ഈസ്റ്റ് പാലത്തിന്റെ തകർച്ച. കോട്ടയം, ഇടുക്കി ജില്ലകളെയും കൂട്ടിക്കൽ, കൊക്കയാർ പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതോടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് കടുത്ത ദുരിതത്തിലായത്. സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കം കിലോമീറ്ററുകളോളം വാഹനത്തിലും കാൽനടയായും ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലായിരുന്നു പ്രദേശവാസികൾ. മേഖലയിലേക്കുള്ള സഞ്ചാര തടസ്സത്തിന് താൽക്കാലിക പരിഹാരമെന്ന രീതിയിൽ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ചേർന്ന പ്രളയത്തിൽ തകർന്ന ഏന്തയാർ ഈസ്റ്റ് പാലത്തിന് പകരം താൽക്കാലിക പാലം നിർമ്മിച്ചെങ്കിലും ഇതിലൂടെ കാൽനടയാത്രക്കാർക്കും ചെറിയ വാഹനങ്ങൾക്കും മാത്രമാണ് കടന്നുപോകുവാനായത്. മഴക്കാലത്ത് പുല്ലുകയാറ്റിൽ വെള്ളം ഉയരുന്നതോടെ ഇതുവഴിയുള്ള സഞ്ചാരം കാൽനടയാത്ര മാത്രമായി ഒതുങ്ങും. ഇതോടെ ഇളങ്കാട് വഴി ടാക്സി വാഹനങ്ങളിലോ സ്വകാര്യ വാഹനങ്ങളെയോ ആശ്രയിച്ചു വേണമായിരുന്നു വെമ്പിളി, വടക്കേമല, മുക്കുളം അടക്കമുള്ള മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് തങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുവാൻ. അടിയന്തരമായി പ്രളയത്തിൽ തകർന്ന ഏന്തയാർ പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. ഉടൻ പാല നിർമ്മാണം ആരംഭിക്കുമെന്ന വാഗ്ദാനങ്ങളുമായി ജനപ്രതിനിധികൾ എത്തിയെങ്കിലും നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി നിർമ്മാണ പ്രവർത്തനം വീണ്ടും വൈകുകയായിരുന്നു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ 2 മാസം മുമ്പാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ആദ്യം മന്ദഗതിയിലായിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ച 4,77,00,000 രൂപ മുടക്കിയാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. ഇപ്പോൾ ഫൗണ്ടേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. നിയമത്തിന്റെ എല്ലാ നൂലാമാലകളെയും വളരെ വേഗത്തിൽ മറികടന്നാണ് പാലത്തിന് ഫണ്ട് അനുവദിച്ച നിർമ്മാണം തുടങ്ങുവാനായതെന്നും 18 മാസ കാലാവധിയിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയെന്നും, എന്നാൽ 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി 2025 ആദ്യ മാസത്തോടുകൂടി പാലം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പറഞ്ഞു. ആ പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഫണ്ട് 4,77,00,000 രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് മുഖേന അനുവദിപ്പിക്കുക. അതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നതാണ്. അപ്രോച്ച് റോഡ് PWDയിൽ പെട്ടതല്ല എങ്കിൽ പോലും അങ്ങനെയുള്ള സാങ്കേതികമായ നിയമപരമായ തടസ്സങ്ങളൊക്കെ മറികടന്ന് 4,77,00,000 രൂപ അനുവദിപ്പിക്കുകയും നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുന്നോടിയായി തന്നെ എഗ്രിമെൻ്റ് ഒപ്പിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻ്റണി എന്ന പേരുള്ള പെരുമ്പാവൂർ സ്വദേശിയായ ഒരു കോൺട്രാക്ടർ മികച്ച നിലയിൽ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തി പരിചയമുള്ളൊരു കോൺട്രാക്ടറാണ് വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഫൗണ്ടേഷൻ്റെ പണികൾ തീരും. 18 മാസമാണ്, അതായത് 1.5 വർഷമാണ് കാലാവധി വെച്ചിരിക്കുന്ന എഗ്രിമെൻ്റ് പ്രകാരം പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. പക്ഷേ കൊടുത്തിരിക്കുന്ന നിർദ്ദേശവും അതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണ, ഉഭയകക്ഷി ധാരണ എന്ന് പറയുന്നത് 1 വർഷത്തിനകം പൂർത്തീകരിക്കും എന്നാണ്. ഇലക്ഷൻ വരുന്നതിന് മുമ്പുള്ള പ്രഹസനമായാണ് ആദ്യം ഇതിനെ കണ്ടതെന്നും, എന്നാൽ ഇലക്ഷൻ തീർന്ന ശേഷം മുമ്പത്തേതിനേക്കാൾ വളരെ വേഗത്തിൽ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്നും കൊക്കയാർ പഞ്ചായത്തിലെ മലയോര നിവാസികളുടെ ദീർഘനാളത്തെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്നും വ്യാപാരിയായ കുഞ്ഞലവി പറയുന്നു. പണി തകർന്നതായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇത് താമസമില്ലാതെ പാലം തീരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മഴ അനുകൂലമായി മഴയുടെ ഒരു പ്രതികൂലമായിട്ട് വന്നാൽ പണി തുടങ്ങിയിരിക്കും. അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തകർന്നതായിട്ട് നടക്കുന്നുണ്ട് പാലം. അതുകൊണ്ട് പണി ഇത്രയും തീർത്ത് തരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ആരംഭിച്ചത്. ആൾക്കാരുടെ ഇഷ്ടംപോലെ പണിയാനുണ്ട്. ഇടയ്ക്കൊരു വാർത്തയിലുണ്ടായി വോട്ടിൻ്റെ ഒരു സ്റ്റണ്ടാന്നൊക്കെ ഒരു പറച്ചിലൊക്കെ ഇവിടെ ഉണ്ടായാലും അത് വോട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പണി തകർന്നതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണെന്നും മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പായി ഫൗണ്ടേഷന്റെ പണികൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പുല്ലുകയാറ്റിൽ വളരെ വേഗത്തിൽ ജലനിരപ്പ് ഉയരുകയും ഇത് നിർമ്മാണത്തെ ബാധിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കുളം ഈസ്റ്റ് ഭാരവാഹി സുകുമാരൻ കൈപ്പൻപ്ലാക്കൽ പറഞ്ഞു. പണി അമാന്തത്തിൻ്റെ പൊതുവെ ഒരു വർഷം ലക്ഷം വരെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പം പിന്നെയും പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോം വാർത്ത് കഴിഞ്ഞു. ഇന്നലെ വെണ്ണം വാർത്ത് കഴിഞ്ഞ് ദിവസം വാർക്കും. പണി ഇപ്പോൾ പൂർത്തിയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ പണിക്കുള്ള സാമഗ്രികളെല്ലാം കമ്പിയും സിമെൻറ്റും എല്ലാം വന്നിട്ടുണ്ട്. പണി ഏതാണ്ട് പൂർത്തിയായിട്ട് പോകുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആ പഴയ നിരാശ ഞങ്ങൾക്ക് മാറി. അതിൽ
ഇലക്ഷൻ വരെ ഉള്ളതെന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇത്തരം സാധനങ്ങളൊക്കെ അവർ ഇവിടെ കൊണ്ട് വിചാരിച്ച് പണി തുടങ്ങിയപ്പോൾ ഇച്ചിരി മനസ്സിനൊരു തൃപ്തിയായി പണി നടക്കുമല്ലോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ പേടിയെന്ന് പറയുന്നത് മഴ പെയ്താൽ ഇവർക്ക് അറിയത്തില്ല, ഇവർ തിരുവില്ലായി എന്ന് വന്നവരാണ്. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ആറ്റ് നന്നായിട്ട് വെള്ളം വരും. ഇവിടെ എങ്ങും പെയ്യണ്ട, വാഗമണ്ണി ഒരാലമേളിലൊക്കെ പെയ്താൽ മതി, ആ വെള്ളം ഇതിലൂടെ വരും. വന്നു കഴിഞ്ഞാൽ ആറ് നിറഞ്ഞു പോയാൽ പാലത്തിന് പണിയുടെ തടസ്സം ഉണ്ടാകും. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ ആളുകളുടെ നാളുകളായുള്ള യാത്രാ തടസ്സത്തിനാകും പരിഹാരമാകുക. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.